റോഷിപാൽ, ഈ തട്ടിപ്പ് ഒരു യമണ്ടൻ തട്ടിപ്പാണല്ലോ. കാരണം ആദ്യം കേട്ട കോടികളെക്കാൾ വലിയ കോടിക്കണക്കിനേക്ക് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്തും എന്നതാണല്ലോ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരായ സ്ത്രീകൾ ആണ് പ്രധാനമായും ഈ തട്ടിപ്പിൽ വീണുപോയിട്ടുള്ളത് എന്നതല്ലേ വസ്തുത? സുജയ, സംശയമില്ല. കാരണം സംസ്ഥാനത്ത് വിവിധ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ചിത്രങ്ങൾ, ഒപ്പമുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് വിശ്വാസം നേടി അവിടെയുള്ള വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ MLA ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തട്ടിപ്പ് അനന്തകൃഷ്ണൻ നടത്തിയത്. സംസ്ഥാന വ്യാപകമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഗ്രാമപ്രദേശങ്ങളിലടക്കം ഈ തട്ടിപ്പ് നടത്തിയെന്നാണ് ശ്രദ്ധേയമായ കാര്യം. ഓരോ പ്രദേശങ്ങളിലും സ്വാധീനമുള്ള സംഘടനാ നേതാക്കളെ തെരഞ്ഞെടുത്ത് അവരുടെ സഹായത്തോടെ ഈ പറഞ്ഞ ആശാവർക്കർമാരെയും ADS ഉൾപ്പെടെയുള്ള കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടെ സഹായം തേടിയിട്ടുണ്ട് ഈ തട്ടിപ്പിന്. ഈ തയ്യൽ മെഷീൻ, ഒപ്പം ഇരുചക്ര വാഹനങ്ങൾ, അങ്ങനെ തുടങ്ങിയ വിവിധ വസ്തുക്കൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് പകുതി വിലയ്ക്ക് വാഗ്ദാനം ചെയ്തത്. അതും CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു ചാരിറ്റി പ്രവർത്തനം എന്ന നിലയിൽ അങ്ങനെ പ്രചാരണം നടത്തിയപ്പോൾ കൂടുതൽ പേരും അത് വിശ്വസിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, സായി ഗ്രാമത്തിന്റെ പേരുകൂടി ഉപയോഗിച്ചു. ഒരു വിശ്വാസ്യതയുള്ള സംഘടന എന്ന നിലയിൽ സായി ഗ്രാമത്തിന്റെ പേരുകൂടി ഉപയോഗിച്ചതോടെ പൂർണ്ണമായും ജനങ്ങൾ അതിൽ വിശ്വസിച്ചു. ഏതാണ്ട് 1000 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് സംസ്ഥാനത്ത് അനന്തകൃഷ്ണൻ 2 വർഷത്തിനകം നടത്തിയെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പോലീസ് ആസ്ഥാനത്ത് ഏതാണ്ട് 6ഓളം പരാതികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തി. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പരാതി എത്തി തുടങ്ങി. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നത് 4 ജില്ലകൾ, ഒന്ന് എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, ഇവിടങ്ങളിലാണ് തട്ടിപ്പുകൾ കൂടുതലായും നടന്നതെന്ന് പോലീസ് പറയുന്നുണ്ട്. ഏതായാലും പോലീസ് ആസ്ഥാനത്ത് വന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള തീരുമാനമെടുത്തത്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ വിഭാഗം അതിന്റെ കൊച്ചി യൂണിറ്റിലാണ്, കൊച്ചി SP-ക്കായിരിക്കും അന്വേഷണ ചുമതല. വളരെ വിശദമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകേണ്ടി വരും. ഇതുവരെ 15ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതിൽ കൂടുതൽ പരാതികൾ എത്തിയിട്ടുണ്ട്. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ അതാത് പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത് അന്വേഷണം